നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളുടെ പിന്നാലെ നടക്കാൻ ഇവൻ ഒരു നാണോ ഇല്ല. അവക്ക് പണ്ടേ ഇല്ലല്ലോ. അന്യരായ ഒരാണും പെണ്ണും മുറി അടച്ചിരുന്ന് കളിയും ചിരിയും, അതൊന്നും ഈ വീട്ടിൽ പതിവുള്ള കാര്യമല്ല. ആ ആരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മുത്തശ്ശി. മുത്തശ്ശിയിൽ നിന്നും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മ പറഞ്ഞതിലൊരു തെറ്റുമില്ല. മുറി അടച്ചിരുന്ന് അമ്മുവും ഗോവിന്ദും സംസാരിച്ചിട്ടില്ലെന്ന് അവര് പറയട്ടെ. തെറ്റ് ഞാൻ സമ്മതിക്കാം. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടതാ. ഗോവിന്ദ്, എന്തേ കാണിക്കുന്ന? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല സഞ്ജു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആരുമില്ലാത്ത ഒരാളാണ് ഞാൻ, തികച്ചും അന്യൻ. സഞ്ജുവും സ്വാതിയും ഒരു സൗഹൃദത്തിന്റെ പേരിൽ എന്നെ വിളിച്ചു. അത് കേട്ടിട്ട് ഇതുപോലൊരു വീട്ടിൽ വന്നത് എന്റെ തെറ്റാ. ഒരു സൗഹൃദ ബന്ധം മാത്രമാണോ ഞങ്ങൾക്ക് ഗോവിന്ദമായിട്ടുള്ളത്? ഞാൻ എത്ര ജന്മം എടുത്താലാ ഗോവിന്ദനോടും ഇരുമേനിയോടുള്ള കടപ്പാട് തീർക്കാൻ കഴിയാ? ഒരു മാംസപിണ്ടായിട്ടാ അമ്മ എന്നെ ഗോവിന്ദന്റെ മനയിലോട്ട് എത്തിക്കുന്നത്. ഞങ്ങൾ നടത്തിയ ചികിത്സയ്ക്ക് പ്രതിഫലവും കൈപ്പറ്റിയിട്ടുണ്ട്. അതുപോലെയല്ല സ്വാതി, ഞാനൊരു കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത്. എന്നെ നിങ്ങൾ തടയാൻ നിൽക്കണ്ട. ഞാൻ ഈ രാത്രി തന്നെ പോവാ. ഇറങ്ങാൻ നേരം ഞാൻ വിളിക്കാം. കുറച്ച് പുസ്തകങ്ങൾ കൂടി പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ചെല്ല്. ഗോവിന്ദ് ഇവിടുന്ന് പോവില്ല. ഞാനത് പറയുന്നത്. ഗോവിന്ദ് കവിതാപ്പിച്ചയുടെ കയ്യിലെ കളിപ്പാവാവരുത്. അമ്മുവിന്റെ സ്വപ്നങ്ങൾ തകർത്തു കളയാൻ ആ സ്ത്രീ കളിക്കുന്ന കളിയാണിതെന്ന് ഗോവിന്ദ് ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ അവർക്ക് ഗോവിന്ദിനെ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഗോവിന്ദ് ഇവിടെ താമസിക്കുന്നതല്ല പ്രശ്നമെന്ന് ദയവായി ഒന്ന് തിരിച്ചറിയ. അമ്മ പഠിക്കരുതെന്നും അവളെ രക്ഷപ്പെടരുതെന്നും മാത്രമേ ആ സ്ത്രീയുടെ മനസ്സിലുള്ളൂ. ഗോവിന്ദ് പോയാ അവരുദ്ദേശം നടക്കും. അതിന് ഗോവിന്ദനെ വെച്ചൊരു വൃത്തികെട്ട കളിയാ നടത്തിയത്. ഒന്നും അറിയാത്ത മുത്തശ്ശി അതിൽ വീണുപോയി. അതെ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുത്തശ്ശിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. മുത്തശ്ശിനെ കൊണ്ട് മുത്തശ്ശിയോട് സംസാരിപ്പിക്കാം. അമ്മുവിന്റെ ഭാവി കളയരുത് പ്ലീസ്. ഗോവിന്ദ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ഗോവിന്ദ് പോയാ പിന്നെ അമ്മുവിനെ കാണാൻ പോലും കഴിയാതെ വരും. അവൾക്കൊരു നല്ല ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് അവൾ എവിടെയുണ്ടോ അവിടെ ഗോവിന്ദ് ഉണ്ടാവണം. മനസ്സിൽ വിഷവുമായി നടക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ ഗോവിന്ദ് തോറ്റു കൊടുക്കരുത്. നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ചെല്ല്. എനിക്കൊന്ന് ആലോചിക്കണം. അല്ല,
പറഞ്ഞ പോലെ നമ്മുടെ കഥാനായിക അമ്മു എവിടെ? അവളെപ്പറ്റി അച്ഛൻ ഓരോന്ന് പറയുമ്പോ കാണണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ അഖണ്ഡ ജ്യോതി എടുത്തത് പറയുമ്പോ അച്ഛന്റെ സ്വരം വിറയ്ക്കും. അല്ല, മോള് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. വരണ്ട സമയമായിട്ടുണ്ട്. ആ, ദേ, ആളെത്തിയല്ലോ. വാ. എന്താ അറച്ചു നിൽക്കുന്നത്? വാ മോളെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഗോവിന്ദന്റെ അച്ഛനും അമ്മയോ? അമ്മയും അച്ഛനും നാട്ടിൽ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്നലെ വന്ന വിവരം ദാ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നീ തന്നെയാ മോളെ എന്റെ മരുമകൾ. വരൂ. ലച്ചു വാസുദേവന്റെ മകളല്ലേ? എന്റെ അച്ഛനറിയോ? അറിയോന്നോ? പെരുവണ്ണാപുരത്ത് നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് സിറ്റിയിലെ കോളേജിൽ പഠിക്കാൻ ആദ്യമായി പോയത് ഞാനും വാസുദേവനുമാ. വാസുദേവൻ പ്രീ ഡിഗ്രിയോട് പഠിപ്പൊക്കെ നിർത്തി കൃഷിയിലേക്ക് ഇറങ്ങി. ഞാനാണെങ്കിൽ പഠിപ്പ് തുടർന്നു. വല്ലപ്പോഴും മനയിൽ വരാനുള്ള സമയമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ വാസുദേവനെ കാണാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ UK പോയില്ലേ, അതോടെ നാടുമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് തീർന്നു. ഇന്നലെ രാത്രി അച്ഛൻ പറഞ്ഞിട്ടാ ലച്ചു തച്ചിലെടുത്ത കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.